കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ വളരെയധികം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് ശുശ്രൂഷ ആരംഭിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കാൻ തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിത്യസ്നേഹത്താൽ സ്നേഹിച്ചു ദൈവമേ, നിത്യസ്നേഹത്താൽ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം വളരെയധികം കൃപ നിറഞ്ഞ ആത്മാവിൻ്റെ വചനമാണ്. നമ്മളിന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഏതൊരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയുടെ ഈ വലിയ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആഴത്തിൽ പതിപ്പിക്കണം. തിരുവചനത്തിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ ശക്തമായിട്ട് കേൾക്കുന്ന വചനമുണ്ട്. യെശയ്യാ 59:1 മുതലുള്ള വചനം. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ ചെവികൾക്ക് മാനം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും വലിയ അർത്ഥമാണ്. ധ്യാനത്തിൽ കാണാൻ പറ്റും, ചില ആളുകൾ ധ്യാനം കൂടാൻ വരുമ്പോൾ ധ്യാനത്തിൽ വെച്ച് നല്ലൊരു കുമ്പസാരം നടത്തും. അവിടെ ജീവിതത്തിൽ എവിടെയൊക്കെ തെറ്റുകൾ പറ്റി അത് തിരുത്തി കഴിഞ്ഞപ്പോൾ അത്ഭുതം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ആളുകൾ ചോദിച്ചാൽ ഈ ധ്യാനം കൂടിയ ശേഷം ഇവർക്ക് പെട്ടെന്ന് അനുഭവം ഉണ്ടാകുന്നു, അല്ലെ മാനസാന്തരം ഉണ്ടാകുന്നു, അല്ല സൗഖ്യമുണ്ടാകുന്നു, മറ്റു പലവിധ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? എവിടെയോ തിരുത്താനുണ്ടായിരുന്നു, എവിടെയോ ദൈവത്തിൻ്റെ വഴി വിട്ട് സ്വന്തം വഴിയിലൂടെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നാളുകളിലെ അവൻ്റെ പ്രാർത്ഥന, അവളുടെ പ്രാർത്ഥന എത്തേണ്ടതുപോലെ എത്തിയിട്ടില്ല, ദൈവസന്നിധിയിൽ എത്തേണ്ടതുപോലെ എത്തിയിട്ടില്ല. കാരണം എവിടെയോ തിരുത്തപ്പെടേണ്ട മേഖലയുണ്ട്, എവിടെയോ മാറ്റങ്ങൾ വരുത്തേണ്ടെന്ന മേഖലയുണ്ട്. ആ മേഖലയിൽ മാറ്റം വരുത്തി കഴിഞ്ഞപ്പോഴാണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം കിട്ടുന്നത് കാണാൻ പറ്റും. ആ മേഖലയിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുക. ശരിക്കും ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ പാപത്തോടും പാപ സാഹചര്യങ്ങളോടും നമ്മൾ വിട പറഞ്ഞേ പറ്റും. ഏതെങ്കിലും പാപത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തെ അറിയാനാവില്ല. ഇന്ന് പല ആളുകളും ദൈവത്തിനെതിരെ പോകുന്ന കാണാം, നിരീശ്വരവാദം വരുന്ന കാണാൻ പറ്റും, അഹന്ത സംസാരിക്കുന്ന കാണാം, വചനത്തിനെതിരെ പോകും. ദൈവമൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ വെറും കഥയാണ്, കെട്ടുകഥയാണ്, ഇതൊരു മായാലോകമാണ് എന്നൊക്കെ ഇമാജിനേഷനാണ്, ഹലൂസിനേഷനാണ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താ പ്രശ്നം? പാപം ഉള്ളിൽ കിടക്കും. ഉള്ളിൽ വൈരാഗ്യം, വെറുപ്പ്, ധനാസക്തി, ജഡിക പാപങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അഹന്ത തെറ്റിക്കിടക്കുക, കുടിലബുദ്ധി നിൽക്കുക, വക്രബുദ്ധി നിൽക്കുക, പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടിയുള്ള നെട്ടോട്ടം നിൽക്കുക, ഒരുപാട് ദുർമോഹങ്ങൾ ഹൃദയത്തിലിരിക്കുക. അതുകൊണ്ട് ഇവന് ദൈവത്തിലേക്ക് തിരിയാനോ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനോ ദൈവത്തെ അറിയാനോ പറ്റുന്നില്ല. വിശുദ്ധരുടെ ജീവചരിത്രം പഠിച്ചു. അവരെങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടിയത്? അനുദിനം തങ്ങളുടെ ജീവിതത്തെ നവീകരിച്ചപ്പെടാം. അനുദിനം അവർ പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വിട പറഞ്ഞപ്പോഴാണ്.
അശുദ്ധിയെ തള്ളിപ്പറഞ്ഞപ്പോൾ, തിന്മയായ കൂട്ടുകെട്ട് കളഞ്ഞപ്പോൾ, തെറ്റായ ചിന്തകൾ പോലും എടുത്ത് കളഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ അവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് പാപത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവത്തെ അറിയാനും സ്വന്തമാക്കാനും പറ്റാതെ പോകുന്നത് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കും. വീണ്ടും പറയാം, കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതിമാനാ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാ. യോഹന്നാൻ അപ്പോസ്തലൻ പലതവണ പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ള. യോഹന്നാൻ 8:44 പറയുന്ന പോലെ അവൻ പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. നിങ്ങൾ അവനിൽ നിന്നുള്ള. ഈശോ പരിസയരോടും യഹൂദ പ്രമുഖരോടും പറയുന്ന വാക്കാണ്, വളരെ വലിയ വാക്കാണ്. നിങ്ങൾ അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത്. അവനാണ് നിങ്ങളുടെ അബ്രാഹമല്ല നിങ്ങളുടെ പിതാവ്. അബ്രാഹമായിരുന്നു നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുമായിരുന്നു. പിശാചാണ് നിങ്ങളുടെ പിതാവ്, അതാണ് നിങ്ങൾ പറ്റിയത്. അവൻ പിശാചല്ല. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. ദൈവവിരുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തി, വിശുദ്ധിയെ തള്ളിപ്പറയുന്ന വ്യക്തി, പാപം ഉപേക്ഷിക്കാത്ത വ്യക്തി, ലോക സുഖങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന വ്യക്തി, ഇന്നല്ലേ നാളെ തീർന്നു പോകുന്ന ജീവിത സുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കും. അവനേക്കാളും വില അവൻ വസ്തുവിന് കൊടുക്കും. അവൻ്റെ ആത്മാവിനേക്കാളും അവൻ്റെ ജീവിതത്തെക്കാളും വില ഭൗതികതയ്ക്ക് കൊടുക്കുന്ന വ്യക്തി. അങ്ങനെ പാപം ചെയ്യുന്ന വ്യക്തി പിശാചിൽ നിന്നുള്ളവനാണ് എന്ന് പഠിപ്പിക്കുക. വീണ്ടും പറയാം, എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോയുടെ ആഗമനത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ തിന്മയുടെ ശക്തിയെ ബഹിഷ്കരിക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ തിന്മയുടെ ശക്തികൾ മനുഷ്യകുലത്തിൽ പാപം വിതയ്ക്കുക. ഇന്ന് ലോകത്ത് പാപം പെരുകിക്കൊണ്ടിരിക്കുക, ശരിക്കും പെരുകിക്കൊണ്ടിരിക്കുക. തലമുറകളിലേക്കെല്ലാം വരിക. ശരിക്കും അന്ധകാരം കൊണ്ട് ലോകം നിറയാൻ പോവുക. ഈ സമയത്ത് ശരിക്കും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആളുകളിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ശക്തമായ പ്രേരണ തരിക. പലപ്പോഴും ലോകത്തിൽ പറയുന്നുണ്ട്, 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകാം, പലതരത്തിലുണ്ടാകും. ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. സയൻസ് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പറയാറുണ്ട്. അറ്റമിക്കായിട്ട് അറ്റംസിലൂടെ ഉണ്ടാകാൻ പറ്റും. പലതരത്തിലുള്ള വിധത്തിൽ 3-ാം ലോകമുഖ യുദ്ധങ്ങളുണ്ടാകാം, രാജ്യങ്ങൾ തമ്മിൽ ഒക്കെ ഉണ്ടാകാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാ? ഇത്തരം നാശീകരണ തിന്മ പൈശാചിത്തെയാണ്. പരിശുദ്ധ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പരിശുദ്ധമാവ് പലപ്പോഴും തരുന്നത് 3-ാം ലോകമഹായുദ്ധം സംഭവിക്കുന്നത് അങ്ങനെയല്ല, വ്യത്യസ്തമായിട്ട് സംഭവിക്കാൻ പോകുന്നു. 3 വലിയ ശരിക്കും പറഞ്ഞാൽ വിസ്ഫോടനങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോവുക. 3 വലിയ തിന്മകൾ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്നത് ശരിക്കും അതിലൂടെ അത് സാത്താൻ പ്രവർത്തിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല, ചില പാപത്തിൻ്റെ വഴിയില്ല. 3 തരം പാപങ്ങളാണ്. ഒന്ന് മദ്യം, അതൊരു ഭയങ്കര ബോംബാണ്. അത് ഇന്ന് അനേക കുടുംബങ്ങളിൽ അത് പൊട്ടിത്തെറിക്കുക. അതാണ് ശരിക്കും ഇന്നത്തെ ഒരു പറ്റം ആളുകളെ നശിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബങ്ങളെ, ദേശങ്ങളെ, നല്ല സമാധാനമുള്ള കുടുംബങ്ങളെ, നല്ല ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ, നല്ല മാതാപിതാക്കളെ മക്കളെ തകർക്കുന്ന 3-ാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തകർക്കുന്ന വലിയൊരു തിന്മയുടെ ആയുധമാണ്. ശരിക്കും ഒരു വലിയൊരു ബോംബിംഗ് ആണ്. ഇതിലൂടെ വലിയ നാശം സംഭവിക്കാൻ പോവുക. രണ്ടാമത് സെക്സ്, ലൈംഗികത, അതിൻ്റെ അരാജകത്വം, വഴിവിട്ട ബന്ധങ്ങളും വഴിവിട്ട ഇത്തരം മേഖല പോയി കഴിഞ്ഞ് അതൊരു ബോംബിങ്ങാണ്. തകരുക, പൊട്ടിത്തെറിയുക, തകർന്നു പോവുക. അനേകം യുവതികൾ ഇതിൽ നശിച്ചുകൊണ്ടിരിക്കുക. ആരും അറിയുന്നില്ല. ഈ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. വലിയ ലോകത്ത് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. 3-ാമത്തേത് പരിശുദ്ധമായി പറയുക, പണക്കൊതി, പണത്തോടുള്ള ഭയങ്കരമായ കൊതി. അതിനുവേണ്ടി എന്തും ചെയ്യുന്ന, ആരോടും ചെയ്യുന്ന, ഏത് അറും കൊലയും ചെയ്യുന്ന, ഏത് പ്രവൃത്തിയും ചെയ്യുന്ന പ്രവൃത്തി. ഈ 3 ബോംബ് ഇന്ന് കുടുംബങ്ങളിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുക, ദേശത്ത് പൊട്ടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഫലം എന്നാ? തീരാൻ പോവുക. അനേകം കുടുംബങ്ങൾ, ജീവിതങ്ങൾ തകർന്നു പോകാൻ പോവുക. ഇതിൻ്റെ പരിണത ഫലം ഉണ്ടാകും. ഇതാണ് ശരിക്കും 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ ചില ആയുധങ്ങൾ എന്ന് കരുതുക. മറ്റുണ്ട്, ഓരോരുത്തർ ഓരോ വിധത്തിൽ പറയും. പക്ഷേ ഇത് ശരിക്കും നോക്കുമ്പോൾ ഇന്ന് ദേശത്ത് നശിപ്പിക്കാൻ ഏറ്റവും നല്ലത് തിന്മ പരത്തിയാൽ മതി. ഒരു കുടുംബം നശിപ്പിക്കാം, പാപത്തിലേക്ക് വീഴ്ചാൽ മതി. ഒരു പെങ്കൊച്ചിനെ നശിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക് പോയാൽ മതി. പണത്തിന് വേണ്ടി ഓടിയാണ്. അല്ല, പണക്കൊതിരുമ്പോഴാണ് രാജ്യങ്ങളിൽ ഓടി നടക്കുക, കാശുണ്ടാക്കാൻ വേണ്ടി. ഇത് നശിക്കാൻ പോകുക. ഇത് ശരിക്കും ബോംബിങ്ങാണ്. മനുഷ്യ ഹൃദയത്തിനകത്തുണ്ടായ ഒരു വിസ്ഫോടനം. കാരണം എന്താ? ഹൃദയത്തിൽ ഈ ദുർമോഹം കയറാൻ കാരണം എന്താ? ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്, ദൈവസ്നേഹത്തിന് സ്ഥാനം കൊടുക്കാതെ വന്നപ്പോൾ, ദൈവത്തിന്, യേശുക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാതെ വന്നപ്പോൾ ഹൃദയത്തിൽ ഉണ്ടായ 3 തരം വലിയ ബോംബാണ്. ഇതിന്ന് സമൂഹങ്ങളെ, കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് മാറണമെങ്കിൽ ഇതിനകത്ത് ഹൃദയത്തിൽ ഈശോ വന്ന് ജനിക്കണം. വീണ്ടും വചനം പറയുക, ദൈവത്തിന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കും. ദൈവ ചൈതന്യം വെച്ചാൽ പരിശുദ്ധാത്മാവിനർത്ഥം. പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ അവന് പാപം ചെയ്യാൻ പറ്റില്ല. അവൻ ഈ തിന്മയിലേക്ക് പോകുകയല്ല.
ഇത്തരം പാപത്തിലേക്ക് പോവുകയല്ല, നശീകരണം നടത്തില്ല, തകർക്കില്ല. ഇന്ന് പലരും തകർത്തുകൊണ്ടിരിക്കുക, നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം അഭിഷേകം നഷ്ടപ്പെട്ടു, കൃപ ചോർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മൃഗീയമായൊരു ജീവിതം, അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടാൻ സാധ്യതയേറെയുണ്ട്, സാത്താൻ്റെ പ്രവൃത്തിയിൽ കൂടാൻ സാധ്യതയുണ്ട്, നശീകരണ പ്രവൃത്തിയിൽ കൂടാൻ പോവുക. ശരിക്കും ഈ സമയത്ത് കരഞ്ഞ് ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നിലവിളിച്ചു, ദൈവമേ ഇടപെട ചരിത്രത്തിൽ ഇടപെട്ടുള്ള കർത്താവേ, അങ്ങ് ഇടപെട്ടിട്ട് ഈ പാപത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ പാപം പെരുകുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല, സത്യത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, നമുക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പറ്റുന്നില്ല, കൃപയ്ക്ക് വേണ്ടി കൃപയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഈ അന്ധകാര ശക്തികളെ തോൽപ്പിക്കുക എന്നുള്ള ആവശ്യം. ഇവിടെ വചനം പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ച് ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അതാണ് അഭിഷേകം. ഈ നാളിൽ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾ, ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിക്കും ലക്ഷ്യം വെക്കുന്നതാണ്, ശരിക്കും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ കവിയട്ടെ, എങ്കിൽ നമ്മൾ ഇത്തരം സംഭവങ്ങൾ നിർവീര്യമായി പോകും, അശുദ്ധാത്മാവ് വിട്ടുപോകും. ഈ ബോംബൊക്കെ നിർവീര്യമായി പോകണമെങ്കിൽ ദൈവസ്നേഹമാകുന്ന വലിയ സംഭവം നമ്മുടെ ഹൃദയത്തിൽ നിറയണം, പരിശുദ്ധാത്മാവ് നിറയണം. അല്ല, അപ്പസ്തോലന്മാരിൽ പല തിന്മയുടെ സ്വാധീനങ്ങൾ അവർ വിട്ടുപോയി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ, കൃപ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അരൂപിയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പുതിയ വ്യക്തികളായിട്ട് മാറി, പുതുജന്മം പ്രാപിച്ച ഒരാൾ തരും. പഴയ പത്രോസല്ല, പഴയ യാക്കോൽ, പഴയ യോഹന്നാനല്ല, അഭിഷേകമുള്ള യോഹന്നാനായിട്ട് മാറി. അഭിഷേകമുള്ള അവരുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ പ്രവൃത്തികളെല്ലാം വചനാധിഷ്ഠിതമായ സുവിശേഷവുമായിട്ട് ബന്ധമുള്ള ജീവിതം, യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന കാണാൻ പറ്റും. ഈശോയെ കണ്ട ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്. ആ അഭിഷേകം അവർ പാപം ചെയ്യാൻ പറ്റില്ല. പാപം ചെയ്യാൻ പ്രേരണ വരുന്ന സാഹചര്യങ്ങളിൽ പോലും അവർ പാപം ചെയ്യുന്നില്ല. അവരെ ഉപദ്രവിക്കുന്നവർ അവർ ക്ഷമിക്കുന്നു, ശത്രുക്കളോട് അവർ ക്ഷമിക്കുന്നു, പീഡിപ്പിക്കുന്നവരെ അവർ അനുഗ്രഹിക്കുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ വചനം അതേപടി പാലിക്കാൻ പവർ കിട്ടിയ ആ പവറാണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തു സുവിശേഷത്തെ അതേപടി പിൻചെല്ലാൻ നമ്മളെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ആണ് പരിശുദ്ധാത്മാവ് എന്നറിയാത്തൊരു വ്യക്തിക്ക് ക്രിസ്തുവിനെ അതേപടി ഫോളോ ചെയ്യാൻ പറ്റിയല്ല, അനുകരിക്കാൻ പറ്റിയില്ല. ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഡോൺ ബോസ്കോ, അനേകം വിശുദ്ധരുടെ ജീവചരിത്രം പഠിച്ചു. അവർ മുഴുവൻ തന്നെ അഭിഷേകം കിട്ടിയ മക്കളാണ്. പരിശുദ്ധാത്മാവെന്ന് പറയും. അവന് പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുക, ക്രിസ്തുവിനെ അതേപടി ജീവിതത്തിൽ പകർത്താനുള്ള ക്രിസ്തു മൂല്യങ്ങളെ മാത്രമല്ല, ക്രിസ്തുവിനെ അതേപടി അവർ പോകുന്ന കണ്ടും ക്രിസ്തു പോകുന്ന പോലത്തെ അവരുടെ സാന്നിധ്യം തന്നെ ക്രിസ്തു സാന്നിധ്യം. അവരുടെ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, അവരിലൂടെ മാനസാന്തരം ഉണ്ടാകുന്നു, അവർ സഹനമേറ്റെടുക്കുന്നു, സഹനത്തെ സ്നേഹിക്കുന്നു, കുരിശനെ സ്നേഹിക്കുന്നു, വിശുദ്ധിയിൽ ജീവിക്കുന്നു, പുണ്യത്തിൽ ജീവിക്കുന്നു. ഒരു ചെറിയ പാപം പോലും ചെയ്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ പാപം ചെയ്യും, പാപം ഉറപ്പാണ്. ഈ തലമുറ പാപം പെരുകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അഭിഷേകം നിറഞ്ഞിട്ടില്ല. അഭിഷേകം നിറഞ്ഞിട്ടില്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലത്തെ ചില ബോംബുകൾ നമ്മുടെ ജീവിതത്തിൽ പൊട്ടിത്തെറിക്കും. നമ്മൾ ചില തിന്മ ഇങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന പാപത്തിൻ്റെ മേഖല പൊട്ടിത്തെറിക്കും. ചില വെറുപ്പായിരിക്കും, ചില വൈരാഗ്യമായിരിക്കും, ധനക്കൊതിയായിരിക്കാം, പേരിനെ പെരുമയ്ക്ക് വേണ്ടിയുള്ള ആർത്തിയായിരിക്കാം, മദ്യാസക്തിയാകാം, ജഡിക പാപ ആസക്തിയായിരിക്കും. ഇത് നമ്മൾ പൊട്ടിത്തെറിക്കും. അത് പിന്നെ നമ്മളെ നശിപ്പിക്കും, നമ്മളെയും കൊല്ലും, മറ്റുള്ളവരെയും കൊല്ലും, നമ്മളും നശിക്കും, നമ്മുടെ കുടുംബത്തോളം നശിക്കും, ദേശവും നശിക്കും, മുഴുവൻ തീരുക. അപ്പോൾ നമ്മളതിനകത്ത് ഒന്നും തോന്നുകയില്ല. പക്ഷെ ഇത് വലിയൊരു സങ്കടം നിറഞ്ഞ കാലഘട്ടമാണ്. ഈശോ പറഞ്ഞൊരു വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട്, ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരണം, മാനസാന്തരപ്പെടണം. പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റും. ആ ദൈവാനുഭവം ഏറ്റവും വലിയ സമ്പത്ത്, ഈശോയാണ് വലിയ സമ്പത്ത്. ഈശോയിൽ ആയിത്തീരുക എന്നുള്ള വലിയ സമ്പത്ത്, ഈശോയിൽ ജീവിക്കുക എന്നുള്ള ഏറ്റവും വലിയ നേട്ടകത, ഏറ്റവും വലിയ ആനന്ദം ക്രിസ്തുവിൽ ആയിത്തീരുന്നതാണ്. ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. അപ്പോൾ ആ ഒരു ആനന്ദത്തിലേക്ക് ഉയരണമെങ്കിൽ ആ തടസ്സമായി നിൽക്കുന്ന പാപത്തെയും പാപ സാഹചര്യങ്ങളെയും തള്ളിപ്പറയാൻ നമ്മൾ തയ്യാറാകണം. അനേക ജീവിതങ്ങൾ, അനുഭവങ്ങൾ എപ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്ന, എപ്പോഴാണ് വലിയ സൗഖ്യങ്ങൾ പോലും ഉണ്ടാകുന്ന കാണാൻ പറ്റും. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം. അതുകൊണ്ട് നമ്മൾ ഈ പാപം കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ തകർച്ചയ്ക്ക് കാരണം. ഇത് ഉള്ളിൽ കിടക്കുകയാണ്. അത് ഉള്ളിൽ വെച്ചിട്ട് പുറമേ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ളൊരു വേഷം ധരിച്ചുകൊണ്ടൊന്നും മറഞ്ഞു പോവുകയല്ല. അത് ഉള്ളിൽ തന്നെ കിടക്കുക. അത് ഉള്ളിൽ നിന്ന് എടുത്തു കളയാതെ ഒരിക്കലും ശരിയാകത്തില്ല. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു നല്ല കുമ്പസാരം നടത്തുക, പശ്ചാത്താപം നിറഞ്ഞ, അനുതാപം നിറഞ്ഞ നല്ലൊരു കുമ്പസാരം നടത്തുക. സഭയിലൂടെ പാപമോചനം പൂർണ്ണതയിൽ അത് നേടിയെടുക്കുക. എന്നിട്ട് യേശുവിൽ ആയിത്തീരുക.
കൂടുതൽ അടുത്ത് അനുഗമിക്കാൻ തീരുമാനം എടുക്കുക. അത് അഭിഷേകം. അത് പ്രാർത്ഥിച്ച് 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 പരിശുദ്ധാത്മാവിൽ നിറയണം. അപ്പോഴാണ് നമുക്ക് തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുക. വീണ്ടും വചനം പറയുക, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ, പരിശുദ്ധാത്മാവ് ജന്മം കൊടുത്തവൻ, അഭിഷേകം കിട്ടിയവൻ, കൃപ കിട്ടിയവൻ, അവൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, മറ്റൊരു ക്രിസ്തുവായിട്ട് തീരുക. അവന് പാപം ചെയ്യാൻ സാധ്യമല്ല എന്ന് വചനം പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. അപ്പോസ്തലൻ പറയുക, വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റും ആരാണ് പിശാചിൻ്റെ മക്കൾ, ആരാണ് ദൈവത്തിൻ്റെ മക്കൾ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കും. ജീവിത സാക്ഷ്യം വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാ മേഖലയിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളായിട്ട് തീരുക. പിശാചിന് സാക്ഷ്യം വഹിക്കുക. എപ്പോഴെല്ലാം പാപത്തിന് നീ സപ്പോർട്ട് ചെയ്യുന്നു, പാപം നീ അവർ ചെയ്യുന്നു, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ചെയ്യുന്നു, അപ്പോഴൊക്കെ നീ പിശാചിൻ്റെ മകനായിട്ട് പിശാചിൻ്റെ മകളായിട്ട് മാറുകയാണ്. അതാണോ അതോ ക്രിസ്തുവിൻ്റെ മകനായിട്ട്? അതാണ് അഭിഷേകം. ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈശോയുടെ മകനായിട്ട് ഈശോയുടെ മകളായിട്ട് ഈ ഭൂമി ജീവിക്കാൻ പറ്റുക. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല, തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. ഇവിടെ സഹോദര സ്നേഹത്തെക്കുറിച്ച് വളരെയധികം ഗൗരവത്തോടെ യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. സ്നേഹം ഭയങ്കര, കാരണം സ്നേഹിക്കാം, എല്ലാവരും സ്നേഹിക്കാൻ പറ്റുക. അത് ദൈവം നിറഞ്ഞൊരു വ്യക്തിക്കേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ക്ഷമിക്കാൻ പറ്റുള്ളൂ, സഹിക്കാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സ്നേഹം നിറഞ്ഞൊരു വ്യക്തി, എല്ലാത്തിനും സ്നേഹിക്കുന്ന വ്യക്തി, പരാതികളുടെ വ്യക്തിയല്ല, കുറ്റം പറയുന്ന വ്യക്തിയല്ല, പക തീർക്കുന്ന വ്യക്തിയല്ല. അതൊന്നും അഭിഷേകം കിട്ടിയിട്ടില്ല. അഭിഷേകം കിട്ടിയിട്ടുള്ള വ്യക്തി പകയും അസൂയും വിദ്വേഷവും ഒക്കെ, കുറ്റം പറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവണിക്കലും ഉപദ്രവിക്കലും ചീത്ത പറച്ചിലും. പക്ഷെ സ്നേഹം നിറഞ്ഞ വ്യക്തിക്ക് അതാവില്ല. സ്നേഹം നിറച്ച വ്യക്തി സഹിച്ചുകൊണ്ട് മുന്നോട്ടിരിക്കും, സഹിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. വേദനയോടെ ചില അമ്മമാർ തങ്ങളുടെ മക്കൾ വളരെ മോശമാണെന്നറിയുമ്പോഴും ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സഹിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. കുടുംബത്തിന് വേണ്ടി സഹിക്കുന്നത് കാണാൻ പറ്റും, വേദന എടുക്കുന്നത് കാണാൻ പറ്റും. ആ സ്നേഹമുള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതങ്ങളാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പല ആളുകളും ജീവിതം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത് അവരുടെ ഉള്ളിൽ ദൈവസ്നേഹമുള്ളത് കൊണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ പുറകോട്ട് പോകാതെ മുന്നോട്ട് നീങ്ങുന്ന കാര്യം ദൈവസ്നേഹമുള്ളതുകൊണ്ട്. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നമുക്ക് നിറയാം, സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാം, ദൈവിക നിയമം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാനുള്ള തീരുമാനമെടുക്കാം. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും തള്ളിപ്പറയാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സാത്താൻ്റെ മക്കളാകരുത്, ദൈവത്തിൻ്റെ മക്കളാകാം. ദൈവത്തിൻ്റെ മക്കൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മക്കളാണ്, ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ താല്പര്യമുള്ള മക്കൾ. ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് തിന്മയുടെ ശക്തികളെ നമുക്ക് ബഹിഷ്കരിച്ചുകൊണ്ട്, തിന്മയുടെ അന്ധകാര ശക്തികളെ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേലെ ഇറങ്ങാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. വ്യാപിക്കട്ടെ, വിടുതലും സൗഖ്യവും അഭിഷേകം നിറയട്ടെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ ഇവിടെ ഏറ്റെടുക്കണം. കർത്താവേ, അങ്ങയുടെ പദ്ധതിയോട് സഹകരിക്കാനുള്ള കൃപ തരണമേ. അങ്ങയുടെ മനസ്സിലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പദ്ധതികളെ ഓർത്ത് നന്ദി പറയുക. ശുഭമായ ഭാവി പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ഈ സമയത്ത് അങ്ങയുടെ ആണിപ്പഴുള്ള കൈകൾ നീട്ടി ഈ മക്കൾ ഓരോരുത്തരും സ്പർശിക്കണം കർത്താവേ. പാപത്തിൻ്റെ കെട്ടഴിച്ചു വിടണമേ. പൈശാചിക ബന്ധനം അഴിക്കണേ കർത്താവേ. വിടുതൽ നൽകണേ കർത്താവേ. ഓരോ കുടുംബങ്ങൾക്കും വിടുതൽ നൽകണമേ. ഓരോ മക്കൾക്കും വിടുതൽ നൽകണേ കർത്താവേ. അങ്ങയുടെ കര നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം കർത്താവേ. തകർന്നിരിക്കുന്ന മക്കൾ, കണ്ണുനീരൊടുക്കുന്ന മക്കൾ, വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, മനസ്സൊരുക്കി അങ്ങയെ വിളിക്കുന്ന മക്കൾ, അവരിലേക്കെല്ലാം അങ്ങയുടെ കരുണ ഒഴുകണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം. പാപബന്ധനം അഴിച്ചുവിടണമേ, കെട്ടഴിച്ചുവിടണം കർത്താവേ. പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ ഇരിക്കുന്ന ഈശോയെ, അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മാനസാന്തരപ്പെടാനുള്ള കൃപ തരണമേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ തേടാനുള്ള കൃപ തരണമേ. സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ ഈശോ. കൈകൾ ദൈവമേ, ഈശോ
തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഈശോയെ വിശ്വസിക്കുന്നു, കൈകൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന നൽകണമേ ഈശോയെ. വണങ്ങുന്നു ഞാൻ പ്രിയനേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇപ്പോൾ സംഭവിക്കണം കർത്താവേ. അങ്ങേ തേടുന്ന മക്കളെ പ്രത്യേകം പരിഗണിക്കണമേ. ഈശോയെ ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് ഫലമേൽപ്പിക്കുന്നു കർത്താവ്. കുടുംബങ്ങളെ തരുന്ന കർത്താവ്. ഞങ്ങളുടെ എല്ലാ മേഖലകളും അങ്ങേക്ക് തരുന്ന കർത്താവ്. അങ്ങയുടെ കരുണയുടെ കര നീട്ടണമേ, കരുണയുടെ കര നീട്ടണമേ. ആണിപ്പഴുതുള്ള കൈകൾ നീട്ടി ഓരോ മകനെയും മകളെ തൊട്ട് അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും ആരാധനയും അർപ്പിക്കുന്ന കർത്താവ്. എല്ലാ മക്കളേക്കും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവ്. എല്ലാ മക്കളും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവ്. അങ്ങയുടെ കൃപ വർഷിക്കണം കർത്താവ്. പരിശുദ്ധാത്മാവിനെ വർഷിക്കണം കർത്താവ്. സാത്താന്റെ ആധിപത്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും പൂർണ്ണമായി വിടുതൽ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആരാധന